വേദവിചാരമെന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയപിതാവും ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനങ്ങളെ ചിന്തിപ്പാൻ തൊക്കണം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ബലഹീന നടീന കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ആത്മനിറവിൽ ഘോഷിപ്പാൻ കൃപ തരണമേ. പ്രത്യേകിച്ച് വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവരുടെ വചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 41-ഉം 42-ഉം തിരുവചനങ്ങൾ. പ്രവാചകനെ പ്രവാചകൻ എന്ന് വെച്ച് കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാൻ എന്ന് വെച്ച് കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കുടിക്കുവാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, സുവിശേഷ വേല ചെയ്യുന്നവരെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. കാരണം കർത്താവ് ഏൽപ്പിച്ച ദൗത്യം അവർ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ പ്രതികരണം നോക്കാതെ ദൈവം ഏൽപ്പിച്ച ദൗത്യമാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ പ്രവർത്തിക്കുമ്പോൾ പല തരങ്ങളിലുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും ക്രൈസ്തവരിൽ നിന്ന് പോലും അവർക്ക് ഉണ്ടാകാറുണ്ട്. അക്രൈസ്തവരിൽ നിന്ന് മറ്റ് പല തരങ്ങളിലുള്ള പീഡനങ്ങൾ, മതം മാറ്റുന്നു എന്നൊക്കെയും പറഞ്ഞുകൊണ്ടുള്ള പീഡനങ്ങളും അവർ നേരിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. ക്രൈസ്തവരായിരിക്കുന്നവർ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുമ്പോൾ ഓരോ ക്രൈസ്തവനിലും ദൈവം നൽകിയ ദൗത്യം എന്തെന്ന് മനസ്സിലാക്കാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ഏൽപ്പിച്ച ദൗത്യം നമുക്ക് കാണുവാൻ കഴിയും. മഹത്തായ പ്രേഷിത ദൗത്യം 15-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. സുവിശേഷം എന്നുള്ളത് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന, അതായത് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതും നമുക്ക് വേണ്ടി അവൻ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അവൻ സ്വയം ക്രൂശ് വഹിച്ചതും അവൻ ഉയർത്തെഴുന്നേറ്റും നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം ചെയ്യുകയും വീണ്ടും അവൻ വരും എന്നുള്ള വാർത്തയാണ് സുവിശേഷം. കർത്താവിൻ്റെ ഇഹലോക കാലത്ത്, പരസ്യ പ്രവർത്തന കാലത്ത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും കർത്താവ് പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സുവിശേഷം. ആ സുവിശേഷം ഏകരക്ഷകനാകുന്ന യേശു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്നുള്ള സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. താഴെ നാം വായിക്കുകയാണ് 16-ാം വാക്യത്തിൽ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം എന്നേക്കും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ തക്കവണ്ണം അവൻ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള ആ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അവർ ആ സുവിശേഷം കേട്ട് വിശ്വസിച്ചാൽ അവർക്ക് രക്ഷയുണ്ടാകും. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് അവർക്ക് പ്രവേശിക്കുവാനുള്ള വാതായനം അവിടെ തുറക്കപ്പെടുകയാണ്. അപ്പോൾ യേശു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ടായില്ല, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ടായില്ല, അത് നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിലെത്തുവാനുള്ള ഒരു മുഖാന്തരമാണ്. എന്നാൽ അത് നമ്മെ ആശ്രയിച്ചാണ്. നാം അത് വിശ്വസിക്കുക. യേശു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്നുള്ള സത്യം നാം തിരിച്ചറിയുക, അവനിൽ വിശ്വസിക്കുക. അതാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനത്താലുമാകുന്നു. അപ്പോൾ യേശുവിൻ്റെ വചനത്തെ കേട്ട് വിശ്വാസത്തിലേക്ക് വരണം. അത് വിശ്വാസം കേൾവിയാൽ വചന ശുശ്രൂഷയിലൂടെയാണ്. അപ്പോൾ ഇപ്രകാരം ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പരിഹാസങ്ങളും നിന്ദകളും സഹിച്ച് മുമ്പോട്ട് പോകുന്ന പ്രേക്ഷിത ദൗത്യം ചെയ്യുന്നവരെ നമ്മെപ്പോലെ തന്നെ
അവർ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് നാം ഓർക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും അവരെ നാം പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെയും ചെയ്യുന്നതെന്ന് നാം ഓർക്കുക. ഇവിടെ കർത്താവ് പറയുന്നു, പ്രവാചകനെ പ്രവാചകനെന്ന് കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും, നീതിമാനെ നീതിമാനെന്ന് വെച്ച് കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും. ശിക്ഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കുടിക്കുവാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പോൾ യേശു ഇത് പറയുവാനുള്ള കാരണം എന്താണ്? ഈ സുവിശേഷവുമായി പോകുന്നവരെ നാം എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചാണ് നമുക്കും ലഭിക്കുന്ന അനുഗ്രഹങ്ങളെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. കാരണം ഇതിനു മുമ്പുള്ള തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പോൾ പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു, പുത്രൻ ആ ചുമതല നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ്. അപ്പോൾ നാം ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, നമ്മെ മറ്റുള്ളവർ സ്വീകരിക്കുമ്പോൾ, നമ്മെ അയച്ച ആ ദൗത്യം ഏൽപ്പിച്ച കർത്താവിനെയാണ് അവർ സ്വീകരിക്കുന്നത്. കർത്താവിനെ സ്വീകരിക്കുന്നവർ, കർത്താവിനെ ഏകരക്ഷകനായി സ്വീകരിക്കുന്നവർ പിതാവിനെ അവർ സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് ഈ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നത്. പ്രവാചകനെ പ്രവാചകനെന്ന് കണ്ട് എന്ന് വെച്ച് കൈക്കൊള്ളുന്നവൻ, അവനെ സ്വീകരിക്കുന്നവന് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. നീതിമാനെന്ന് കണ്ട് അങ്ങനെയുള്ളവരെ സ്വീകരിക്കുന്നവർക്ക് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും. ഇനി ശിക്ഷ്യനെന്ന് വെച്ച് ഈ ചെറിയവനിൽ ഒരുവൻ ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കുടിക്കുവാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ എളിയ ഒരു കർത്താവിൻ്റെ പ്രവർത്തനം നാം ചെയ്യുമ്പോൾ പോലും അതിന് ഒരു വലിയ പ്രതിഫലം ചെയ്യുന്നവർക്കുണ്ട്, ആ വ്യക്തികളെ സ്വീകരിക്കുന്നവർക്കുമുണ്ട്. ആ പേരിൽ ദൈവത്തിൻ്റെ വേലയാണെന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കൊടുക്കുവാൻ എന്ന് പറയുമ്പോൾ വളരെ വില കുറഞ്ഞ ഒരു കാര്യമാണ്, ആർക്കും കൊടുക്കുവാൻ കഴിയുന്നൊരു കാര്യമാണ് പച്ചവെള്ളം. പക്ഷെ അതിന് പോലും പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന് കർത്താവ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ നാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപക്ഷെ നാം കർത്താവിനെ അറിയുന്നു, നാം കർത്താവിൽ വിശ്വസിക്കുന്നു, ക്രൈസ്തവരാകാം. പക്ഷേ ദൈവവേല ചെയ്യുന്ന ആരും ആയിക്കൊള്ളട്ടെ, അത് ഏത് സഭയിൽപ്പെടുന്നവരുമായിക്കൊള്ളട്ടെ, അവരെ നാം പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെയും ചെയ്യുമ്പോൾ അത് സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ള നമ്മുടെ പ്രതിഫലം നമ്മുടെ പ്രതികരണം അനുസരിച്ചാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കർത്താവ് പറയുമ്പോൾ നാം 10-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ 12 അപ്പോസ്തലന്മാരെ വിളിച്ച് ഈ ദൗത്യം അവരെ ഏൽപ്പിക്കുന്നതായിട്ട് നാം കാണുകയാണ്. 10-ാം അധ്യായത്തിന് 1-ാമത്തെ തിരുവചനം, അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ രോഗങ്ങളും വ്യാധികളും സൗഖ്യമാക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. തൻ്റെ 12 അപ്പോസ്തലന്മാരെ വിളിച്ചിട്ട് അവർക്ക് പിശാചുക്കളുടെ മേലുള്ള അധികാരവും രോഗികൾക്ക് സൗഖ്യം നൽകുവാനുള്ള കൃപകളും കർത്താവ് അവർക്ക് നൽകുകയാണ്. എന്നിട്ട് അവരെ അയക്കുകയാണ്. 5-ാമത്തെ തിരുവചനത്തിൽ യേശു ഈ 12 പേരെ അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് ജാതികളുടെ അടുക്കൽ പോകുകയോ ശമര്യരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയോ അരുത്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ, എന്നിട്ട് രോഗികളെ സൗഖ്യമാക്കുവിൻ എന്നൊക്കെയും കർത്താവ് അവരോട് പറഞ്ഞവരെ അയക്കുന്നതായിട്ട് നാം കാണുകയാണ്. തുടർന്ന് 14-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളുകയോ നിങ്ങളുടെ വചനങ്ങൾ കേൾക്കുകയോ ചെയ്യാതിരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലുകളിലെ പൊടി തട്ടിക്കളയുവിൻ. അപ്പോൾ ഈ ദൗത്യം കർത്താവ് ഏൽപ്പിച്ച് അവരെ അയക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളെ സ്വീകരിക്കുന്ന ഭവനം, അതിന് മുമ്പ് പറയുന്നത് ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറയുവിൻ, വീടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ, യോഗ്യതയില്ലെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. എന്നിട്ട് പറയുകയാണ്, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളുകയോ നിങ്ങളുടെ വചനങ്ങൾ കേൾക്കുകയോ ചെയ്യാതിരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലുകളിലെ പൊടി തട്ടിക്കളയുവിൻ. അവർക്ക് ലഭിക്കേണ്ട അനുഗ്രഹം ലഭിക്കാതെ പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് കർത്താവ് അവരോട് പറയുകയാണ്. ശിഷ്യന്മാരെ അയക്കുമ്പോൾ 12 പേരെ അയക്കുമ്പോൾ തന്നെ കർത്താവിനെ അറിയാം എങ്ങോട്ടാണ് അവരെ അയക്കുന്നത്. നാം അത് വായിക്കുന്നുണ്ട് 16-ാമത്തെ തിരുവചനം, ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും
പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും ഞാൻ നിമിത്തം നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അതവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. അപ്പോൾ എവിടേക്കാണ് അവരെ അയക്കുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞാണ് കർത്താവ് ഈ ദൗത്യം അവരെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ വേല അല്ലെങ്കിൽ ഈ പ്രേക്ഷിത ദൗത്യം എന്നുള്ളത് അത്ര സുഗമമായ കാര്യമല്ല. അത് കടന്നു ചെല്ലുമ്പോൾ പലതരങ്ങളിലുള്ള പ്രതികരണങ്ങളും പലതരങ്ങളിലുള്ള വിമർശനങ്ങളും വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെയും അന്നും ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എങ്ങനെ നാം അപ്രകാരം കടന്നു വരുന്നവരെ സ്വീകരിക്കുന്നുവോ അതിനുള്ള പ്രതിഫലം സ്വർഗത്തിലെ ദൈവം നൽകുന്നു എന്നുകൂടി ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം വായിച്ച തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പ്രവാചകനെ പ്രവാചകൻ എന്ന് വെച്ച് കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും. എന്താണ് ഒരു പ്രവാചകന് ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകനെ കൈക്കൊള്ളുന്നവന് ലഭിക്കുന്ന പ്രതിഫലം? ഒന്നാമത്, പ്രവാചകൻ ആരാണ്? ലോകത്താർക്കും ഒരു പ്രവാചകനെ അഭിഷേകം ചെയ്യുവാൻ കഴിയുകയില്ല. തിരുവചനം നാം പഠിക്കുമ്പോൾ തിരുവചനത്തിൽ ദൈവം തന്നെ അഭിഷേകം ചെയ്തവരാണ് പ്രവാചകന്മാർ. അത് നാം വായിക്കുമ്പോൾ പ്രവാചകന്മാരുണ്ടോ എന്നൊരു പക്ഷേ നാം ചിന്തിച്ചേക്കാം, നാം പറഞ്ഞേക്കാം. ഇല്ല എങ്കിൽ കർത്താവ് ഇതൊരിക്കലും ഇപ്രകാരം പറയണ്ട. പ്രവാചകനെ പ്രവാചകനെന്ന് കണ്ട് കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം. അപ്പോൾ പ്രവാചകനുണ്ട്. പക്ഷെ ആരാണ് പ്രവാചകൻ? വീണ്ടും നാം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരായും ചിലർക്ക് പ്രവാചകന്മാരായും ചിലർക്ക് സുവിശേഷകന്മാരായും ചിലർക്ക് ഇടയന്മാരായും ഗുരുക്കന്മാരായും വരം നൽകിയിരിക്കുന്നു. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന വരം കൃപകളാണ്. അതിൽ പ്രവാചക ഗണത്തെയും നാം കാണുകയാണ്. പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ജനത്തെ അറിയിക്കുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടവനാണ്. അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വേർതിരിക്കപ്പെട്ടവനാണ്. അപ്പോൾ പ്രവാചകന് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള പ്രാഗൽഭ്യം വളരെ വലുതാണ്. കാരണം പ്രവാചക ശബ്ദം എന്നുള്ളത് ഒരിക്കലും മറ്റുള്ളവർക്ക്, തെറ്റ് ചെയ്യുന്ന ജനത്തിനൊരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്തതാണ്. തെറ്റിനെതിരെ വിരൽ ചൂണ്ടുന്ന ശബ്ദമാണ് പ്രവാചക ശബ്ദം. നാം യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ തക്കോണം കഴിയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 18-19 തിരുവചനത്തിൽ നാം വായിക്കുന്നു. യോഹന്നാൻ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു, അവന് ഭൂതമുണ്ട് എന്ന് അവർ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവനായി വന്നു, ഭോജനപ്രിയനും കുടിയനുമായ മനുഷ്യൻ, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് അവർ പറയുന്നു. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ, നമുക്കറിയാം, അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം ചണം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കാട്ടുതേനും വെട്ടുക്കിളിയുമായിരുന്നു നമുക്ക്. അപ്പോൾ മനുഷ്യർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത തരത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. പക്ഷേ ആ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് കർത്താവ് നൽകുന്ന സാക്ഷ്യം എന്താണ്? 11-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല, എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാകുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പോൾ സ്ത്രീകളിൽ വെച്ച് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ യോഹന്നാൻ സ്നാപകന് ദൈവത്തിൻ്റെ സന്നിധി വലിയ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ്. യോഹന്നാൻ സ്നാപകൻ കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ കടന്നു വരുന്നുവെന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോൾ ആ യോഹന്നാൻ സ്നാപകനെ എന്ന പ്രവാചകനെ സ്വീകരിക്കുന്നില്ല അന്നുള്ള ജനം. കാരണം അവൻ തെറ്റിനെതിരെ വിരൽ ചൂണ്ടുന്നവനായിരുന്നു. യോഹന്നാൻ സ്നാപകനെ സ്വീകരിക്കുന്നില്ല. ഇനി കർത്താവ് പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുമ്പോഴും യേശുവിനെയും ആ പരീശ സമൂഹം സ്വീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന് നാം കാണുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്, യോഹന്നാൻ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു, അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ യോഹന്നാൻ സ്നാപകനെ അവർ സ്വീകരിച്ചില്ല. കാരണം അവൻ്റെ ഭക്ഷണവും അവൻ്റെ വസ്ത്രധാരണവും അവർക്ക് അംഗീകരിക്കുവാൻ സാധ്യമല്ലായിരുന്നു. മറിച്ച് അതോടൊപ്പം തന്നെ തെറ്റിനെതിരെ അവൻ വിരൽ ചൂണ്ടുന്നതുകൊണ്ട് ഒരിക്കലും യോഹന്നാൻ സ്നാപകനെ അവർക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. എന്നിട്ട് പറയുകയാണ്, മനുഷ്യപുത്രൻ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവനായി വന്നു, ഭോജനപ്രിയനും കുടിയനുമായ മനുഷ്യൻ, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് അവർ പറയുന്നു. അപ്പോൾ യേശു വന്നപ്പോൾ
യേശു ചുങ്കക്കാരെ തന്നെ തൻ്റെ ശിക്ഷഗണത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നുണ്ട്. ചുങ്കക്കാരുമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവൻ അങ്ങനെ പാപികളായിട്ടുള്ള, നമുക്കറിയാം, പാപിനിയായ സ്ത്രീയെ അവൻ സ്വീകരിക്കുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോൾ തെറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പാപികളായിരുന്നവരോടൊപ്പം അവനായിരുന്നു, അവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതായിട്ടൊക്കെ നാം കാണുമ്പോൾ അതും പരീശന്മാർക്ക് അംഗീകരിക്കുവാൻ തൊക്കെ കഴിയുന്നില്ല. അപ്പോൾ എന്നും ഏത് സമൂഹത്തിലും ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരിൽ എന്തെങ്കിലും കുറ്റം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത അന്നും ഇന്നും നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. അവർ ചെയ്യുന്ന ദൗത്യത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന, അവർ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുക, എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്താൽ പോലും അതിനെ പെരുപ്പിച്ച് കാണിച്ച് ദൈവവേലയെ മുഴുവനും ആക്ഷേപിക്കുന്ന ഒരു പ്രവണത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അനേക ദൈവത്തിൻ്റെ ദാസന്മാർ, അത് അച്ഛന്മാരാകാം, മേൽപ്പെട്ടക്കാരാകാം, സുവിശേഷം പ്രസംഗം ചെയ്യുന്ന ഉപദേശിമാരാകാം, ആരായിരുന്നാലും എത്രയോ ആയിരക്കണക്കിന് ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ അതിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് മാത്രം പെരുപ്പിച്ച് കാണിച്ച് മുഴുവൻ പ്രവർത്തനങ്ങളെയും താറടിക്കുന്ന ഒരു പ്രവണത ഇന്ന് നമ്മുടെ ഇടയിൽ പോലും ഉണ്ടോ ഇല്ലയോ എന്ന് നാം പരിശോധിക്കുക. അതുകൊണ്ട് ഒരിക്കലും കർത്താവിൻ്റെ ദൗത്യം ചെയ്യുന്നവരെ നാം പരിഹസിക്കുവാനും അവർക്കെതിരെ വിരൽ ചൂണ്ടുവാനും നമുക്ക് യാതൊരു അവകാശവുമില്ല. അവർ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ദൈവം കാണുന്നുണ്ട്, ദൈവമാണതിന് മറുപടി നൽകേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ പ്രവാചകനെന്ന് കൈക്കൊള്ളുന്ന പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് ഒരു പ്രവാചകൻ്റെ പ്രതിഫലം? നാം ഒരു സംഭവം പഴയ നിയമത്തിൽ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. 4-ാം അധ്യായത്തിൻ്റെ ആദ്യ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്: പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുവൾ ഏലീശായോട് നിലവിളിച്ചു, നിൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിൻ്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ. അവന് കടം കൊടുത്തവൻ ഇപ്പോൾ 2 പുത്രന്മാരെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറയുക, നിൻ്റെ വീട്ടിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. ഇവിടെ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരാൾ ഏലീശ പ്രവാചകൻ, ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠ പ്രവാചകനാണ്. ഏലിയായുടെ ശിഷ്യനായിരുന്ന ഏലീശ പ്രവാചകൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, എൻ്റെ ഭർത്താവ് മരിച്ചു പോയിരിക്കുന്നു, യഹോവ ഭക്തനായിരുന്നൊരു മനുഷ്യൻ ആയിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഏലീശ അവൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. താഴെ നാം വായിക്കുകയാണ്, ഏലീശ പറയുകയാണ്, അതിന് അവൻ, നീ ചെന്ന് നിൻ്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വാഴ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായി പോകരുത്. പിന്നെ നീയും നിൻ്റെ പുത്രന്മാരും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും എണ്ണ പകർന്ന് നിറയുന്നത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവൻ്റെ അടുക്കൽ നിന്ന് പോയി തൻ്റെ പുത്രന്മാരോടുകൂടി അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങൾ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണയുടെ പ്രവാഹം നിലച്ചു. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടിയിട്ട് ശേഷിക്കുന്നത് കൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം നടത്തുക, കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഒരു വിധവയായ ഒരു സ്ത്രീക്ക് വേണ്ടി ഒരു പ്രവാചകൻ ചെയ്ത അത്ഭുതം എന്തുകൊണ്ടാണ്? പ്രവാചക ശിഷ്യനായിരുന്ന അവളുടെ ഭർത്താവ്, ദൈവത്തിൻ്റെ വേലയുടെ ഭാഗമായിരുന്ന അവൾക്ക് ദൈവം, സ്വർഗത്തിലെ ദൈവ പ്രവാചകനിലൂടെ പ്രതിഫലം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. തുടർന്ന് മറ്റൊരു സംഭവം, ശൂനേംകാരിയായ ഒരു സ്ത്രീയുടെ അനുഭവം നമുക്ക് വായിക്കുവാൻ തൊക്കെ കഴിയും. 4-ാം അധ്യായത്തിന് 8-ാം വാക്യം: ഒരു ദിവസം ഏലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് തൻ്റെ വീട്ടിൽ ചെല്ലുവാൻ അവൾ അവനെ നിർബന്ധിച്ചു. പിന്നീട് അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിനായി അവിടെ കയറുമായിരുന്നു. അപ്പോൾ ഈ യാത്രാമധ്യേ, അന്നത്തെ കാലയളവിൽ നമുക്കറിയാം അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ദീർഘമായി യാത്ര ചെയ്യേണ്ട, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട സാഹചര്യമാണ്. അങ്ങനെ ഏലീശ പ്രവാചകൻ പോകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ശൂനേമിലെ ഒരു ധനികയായ സ്ത്രീ ഭക്ഷണം കഴിക്കുവാൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഒരു പ്രവാചകനെ എപ്രകാരം അവൾ സ്വീകരിച്ചു, അതുകൊണ്ടാണ് തുടർന്നും ആ പ്രവാചകൻ
ഭക്ഷണത്തിനായി അവിടെ കയറുമായിരുന്നു എന്ന് നാം വായിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ദൈവവേല ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിരുന്ന ഈ പ്രവാചകനെ ആ ഭവനത്തിൽ അവൾ സ്വീകരിക്കുകയാണ്. അവൾ സാധാരണ ഒരു വ്യക്തിയല്ല, ധനികയായ സമൂഹത്തിലൊക്കെയും സ്ഥാനം ഉള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക. അവളതൊന്നും അവളുടെ അഹങ്കാരമായിട്ട് എടുക്കാതെ അവളുടെ ഭവനം കാണിക്കുവാനല്ല, പിന്നെയോ ആ ദൈവപുരുഷനെ അവൾ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയാണ്. തുടർന്ന് അവൾ പറയുകയാണ്, അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയിലൂടെ സാധാരണയായി കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനാകുന്ന ഒരു ദൈവപുരുഷൻ ആകുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ചുവരോട് ചേർന്ന് ചെറിയൊരു മാളിക മുറി പണിത് അതിലവനൊരു കട്ടിലും ഒരു മേശയും ഒരു കസേരയും ഒരു നിലവിളക്കും വയ്ക്കാം. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോഴൊക്കെയും അവന് അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പക്ഷേ അവനെതിരെ പോകുമ്പോൾ അവന് വിശ്രമിക്കുവാൻ തക്കവണ്ണം ഒരു ചെറിയ മുറി നമുക്ക് അവന് വേണ്ടി പണിയാം എന്നവൾ ഭർത്താവിനോട് പറയുകയാണ്. അവളുടെ ഭവനം തീർച്ചയായിട്ടും ധനികയായ ഒരു വ്യക്തിയുടെ ഭവനം വലിയ ഭവനം തന്നെയായിരിക്കും. അവിടെ മുറികളും അനേകമുണ്ടായിരിക്കും. പക്ഷേ ഒരു ചെറിയ മുറി ആ ചുവരിനോട് ചേർത്ത് പണിയുക എന്ന് പറയുമ്പോൾ പുതുതായി മറ്റാരും വസിച്ചിട്ടില്ലാത്ത ഒരു മുറി പ്രവാചകന് വേണ്ടി അവൾ ഒരുക്കുകയാണ്. മാത്രമല്ല അവിടെ ഒരു കട്ടിലും മേശയും കസേരയും നിലവിളക്കും വയ്ക്കാം. എല്ലാം പുതുത് ആയിട്ട് ആ പ്രവാചകന് വേണ്ടി അവൾ കരുതുകയാണ്. എന്നിട്ട് പ്രവാചകൻ അതിലെ കടന്നു പോകുന്നു. നാം വായിക്കുകയാണ് 11-ാം വാക്യത്തിൽ, പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി. അവൻ ആ മാളിക മുറിയിൽ കയറി അവിടെ കിടന്നു. അവൻ തൻ്റെ ദാസനായ ഗേഹസിയോട് ശൂന്യംകാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു. അവൻ അവളെ വിളിച്ചു. അവൾ അവൻ്റെ മുമ്പിൽ വന്നു നിന്നു. അവൻ അവനോട്, നീ ഇത്രയധികം ശ്രദ്ധയോടെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? രാജാവിനോടോ സൈന്യാധിപനോടോ നിനക്ക് വേണ്ടി എന്തെങ്കിലും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അതിന് അവൾ, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞു. അവൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. രാജാവിനോടോ അല്ലെങ്കിൽ സൈന്യാധിപനോടോ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ എല്ലാം ഉള്ള വ്യക്തികളാണ്. അവരോട് ചോദിച്ചാൽ എന്തും ലഭിക്കും. പക്ഷേ അവൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. എന്നിട്ട് പ്രവാചകൻ, എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി, അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനും ആകുന്നു എന്ന് പറഞ്ഞു. ഗേഹസിയോട് വീണ്ടും ഏലിശാ പ്രവാചകൻ ചോദിക്കുകയാണ്, എന്താണ് നമുക്ക് അവൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഇത്ര ശ്രദ്ധയോടുകൂടി നമുക്ക് വേണ്ടി ഈ എലിശാ പോകുന്നിടത്തൊക്കെയും തൻ്റെ ശിഷ്യനുമുണ്ട്, ഗേഹസിയുമുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യുക? അപ്പോൾ ഗേഹസി പറയുകയാണ്, ഇവൾക്ക് മകനില്ല, ഇവളുടെ ഭർത്താവ് വൃദ്ധനുമായിരിക്കുന്നു, ഇനി മകനുണ്ടാകാനൊരു സാധ്യതയുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, അവളെ വിളിക്കുക എന്ന് അവൻ പറഞ്ഞു. അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാതിക്കൽ വന്നു നിന്നു. അപ്പോൾ അവൻ, അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്ക് നീ ഒരു മകനെ അണച്ചുകൊള്ളുമെന്ന് പറഞ്ഞു. അതിനവൾ, അരുതേ, ദൈവപുരുഷനായ എൻ്റെ യജമാനെ, അടിയനോട് വ്യാജം പറയരുതേ എന്ന് പറഞ്ഞു. അവൾക്കത് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. കാരണം അവളുടെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു, കുഞ്ഞുണ്ടാകാനുള്ള പ്രായം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ പറയുകയാണ്, വ്യാജം പറയരുത്, ഇത് അസാധ്യമാകുന്നൊരു കാര്യമാണ്. എന്നിട്ട് അടുത്ത വചനത്തിൽ നാം വായിക്കുകയാണ്, എന്നാൽ ആ സ്ത്രീ ഗർഭം ധരിച്ചു. അടുത്ത വർഷം ഏലിശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ അവൾ ഒരു മകനെ പ്രസവിച്ചു. അവളുടെ കുടുംബം നിന്നു പോകേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു മകനെ നൽകുന്ന ഒരു സാഹചര്യം അവിടെ ഒരുക്കപ്പെടുന്നതായിട്ട് നാം കാണുകയാണ്. ജീവനെ നൽകുന്നവനും ജീവനെ എടുക്കുന്നവനുമാകുന്ന ദൈവത്തിൻ്റെ മേൽ മാത്രം അധികാരമുള്ള ഒരു കാര്യം ഒരു പ്രവാചക ശ്രേഷ്ഠനെ ഭവനത്തിൽ സ്വീകരിച്ചപ്പോൾ ശൂന്യംകാരിക്ക് ലഭിക്കുന്നതായിട്ട് നാം കാണുകയാണ്. തുടർന്ന് താഴോട്ട് നാം വായിക്കുമ്പോൾ ഈ മകൻ പെട്ടെന്ന് മരിച്ചു പോകുന്നതായിട്ട് നാം കാണുകയാണ്. ഉടനെ അവൾ എന്താണ് ചെയ്യുന്നത്? അവൾ ആ മകനെ നാം 21-ാമത്തെ ഭാഗം, അപ്പോൾ അവൾ കയറി ചെന്ന് അവനെ ദൈവപുരുഷൻ്റെ കട്ടിൽമേൽ കിടത്തി വാതിലടച്ചു പുറത്തിറങ്ങി. പിന്നെ അവൾ തൻ്റെ ഭർത്താവിനെ വിളിച്ചു, ഞാൻ വേഗത്തിൽ ദൈവപുരുഷൻ്റെ അടുക്കൽ വരെ പോയി വരേണ്ടതിന് എനിക്ക് ഒരു ദാസനെയും ഒരു കഴുതയും അയച്ചു തരണമെന്ന് പറഞ്ഞു. അതിനവൻ, ഇന്ന് നീ അവൻ്റെ അടുക്കൽ പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസിയല്ല, ശബത്തുമല്ലല്ലോ എന്ന് പറഞ്ഞു. സാരമില്ല എന്നവൾ പറഞ്ഞു. അവളുടെ മകൻ മരിച്ചപ്പോൾ ഭർത്താവിനോടും പറയാതെ ഈ പ്രവാചകൻ്റെ മുറിയിൽ ആ മകനെ കൊണ്ട് കിടത്തുകയാണ്. എന്നിട്ട് ഭർത്താവിനോട് പറയുകയാണ്, എനിക്ക് അവിടേക്ക് പോകുവാൻ തക്കവണ്ണം, ദൈവപുരുഷൻ്റെ അടുക്കൽ പോകുവാൻ തക്കവണ്ണം ദാസനെയും കഴുതയും അയച്ചു തരണം. അപ്പോൾ ഭർത്താവിനത് അറിഞ്ഞുകൂടാ. ഭർത്താവ് പറയുകയാണ്, നീ എന്തിനാണ് ഇപ്പോൾ പോകുന്നത്? സാധാരണ നീ പോകുന്ന ഒരു സമയമല്ലല്ലോ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞ് അവൾ ആ മരിച്ച ബാലനെ അവിടെ ഇട്ടിട്ട് അവൾ പ്രവാചകൻ്റെ അടുത്തേക്ക് കടന്നു പോവുകയാണ്. പ്രവാചകൻ്റെ അടുത്ത് അവൾ ചെല്ലുന്നതായിട്ട് നാം കാണുന്നു. 27-ാമത്തെ വാക്യം, അവൾ പർവ്വതത്തിൽ
ദൈവപുരുഷൻ്റെ അടുക്കലെത്തിയപ്പോൾ അവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. ഗേഹസി അവളെ മാറ്റുവാൻ അടുത്ത് ചെന്നപ്പോൾ ദൈവപുരുഷൻ അവളെ വിടുക, അവൾക്ക് വലിയ മനോവ്യസനമുണ്ട്, യഹോവ അത് എന്നെ അറിയിക്കാതെ മറച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ യജമാനനോട് ഒരു മകനെ ചോദിച്ചിരുന്നു എന്ന്, എന്നെ ചതിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലയോ എന്നവൾ പറഞ്ഞു. ഉടനെ അവൻ ഗേഹസിയോട്, നീ അരകെട്ടി എൻ്റെ വടിയെടുത്ത് വടി കയ്യിലെടുത്തുകൊണ്ട് പോകുക. നീ ആരെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്. നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനവും പറയരുത്. എൻ്റെ വടി ബാലൻ്റെ മുഖത്ത് വയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എലീശ പ്രവാചകൻ തൻ്റെ വടി ഗേഹസിയുടെ അടുത്ത് കൊടുത്തിട്ട് പറയുകയാണ്, നീ ഇതുകൊണ്ട് പോയി ആ ബാലൻ്റെ മുഖത്ത് വയ്ക്കുക, അവന് ജീവൻ ലഭിക്കുമെന്നുള്ള സന്ദേശമാണ് അവിടെ നൽകുന്നത്. പക്ഷേ എന്താണ് അവൾ ചെയ്യുന്നത്? എന്നാൽ ബാലൻ്റെ അമ്മ, യഹോവ സത്യമായി, നിൻ്റെ ജീവൻ സത്യമായി, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോടുകൂടെ പോയി. അവൾക്ക് നിർബന്ധമാണ് പ്രവാചകൻ തന്നെ വരണം. കാരണം ഗേഹസി അവിടെ എത്തിയാൽ ഒരുപക്ഷെ കുഞ്ഞ് ജീവനോടെ ലഭിക്കുകയില്ല. അതുകൊണ്ട് പ്രവാചകൻ തന്നെ അവിടെ വരണമെന്ന് അവൾ നിർബന്ധിച്ചതുമൂലം പ്രവാചകൻ അവിടേക്ക് കടന്നു പോകുന്നതും ആ കുഞ്ഞിന് ജീവൻ നൽകുന്നതുമാകുന്ന ഒരു വലിയ സംഭവം നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇതാണ് ഒരു പ്രവാചകനെന്ന് സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത്രയധികം പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ്. മനുഷ്യൻ്റെ മുമ്പിൽ നിന്നയും പരിഹാസവും നേരിടുന്ന പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് മുഖപക്ഷം നോക്കാതെ ജനത്തോട് പറയുവാൻ, രാജാക്കന്മാരോട് പറയുവാൻ ചുമതലപ്പെട്ടവൻ ദൈവത്തിൻ്റെ സന്നിധി വലിയ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ്. അവന് ദൈവത്തിന് മാത്രം അധികാരമുള്ള ജീവനെ നൽകുവാനും ജീവനെ എടുക്കുവാനും അധികാരമുള്ള ദൈവത്തിന് പ്രവാചകനിലൂടെ പ്രവർത്തിക്കുവാൻ കഴിയും എന്നീ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയുമ്പോൾ ഒരു പ്രവാചകനെന്ന് കണ്ട് സ്വീകരിക്കുന്നതിന് പ്രവാചകൻ്റെ പ്രതിഫലം, നാം എങ്ങനെയാണ് ദൈവവേലയിലായിരിക്കുന്നവരെ സ്വീകരിക്കുന്നത്? അത് പ്രവാചകനാകാം, സുവിശേഷകനാകാം, പുരോഹിതനാകാം, മറ്റ് പലതരങ്ങളിൽ ദൈവവേല ചെയ്യുന്നവരാകാം. അവരെ നാം എപ്രകാരം ഏത് മനസ്സോടുകൂടി സ്വീകരിക്കുന്നുവോ അപ്രകാരമാണ് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലയാണ് ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അത് നാം ചെയ്യാതെ ചെയ്യുന്നവരെ താറടിക്കുന്ന, പരിഹസിക്കുന്ന, വിമർശിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകാതെ അവരെ സ്വീകരിക്കുന്നവരായി, അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായി, അവർക്ക് കൈത്താങ്ങൽ ചെയ്യുന്നവരായി നാം ആയിത്തീരുമ്പോൾ അതിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വലിയ പ്രതിഫലം നമുക്കും ലഭിക്കുമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.